السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن يتبعهم بإحسان إلى يوم الدين أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا وذرياتنا ولمن ماتوا منا ولإخواننا ولأخواتنا ولجميع المصنفين الصالحين والعلماء العاملين والمصنفين والمحدثين والمفسرين والعلماء والفقهاء والأئمة كلهم أجمعين. اللهم رب زدنا علما وحلما فهما وعقلا وأدبا كاملا. رب تمم بالخير واختم بالسعادة. آمين برحمتك يا أرحم الراحمين. റഹ്മാൻ റഹീം റബ്ബ് പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഷറഫ് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും അള്ളാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം തീർത്ത് നമുക്ക് റാഹത്തും സന്തോഷവും ആഫിയത്തും സിഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാഫായി കൊടുക്കട്ടെ. അവർക്കും നമുക്കും അള്ളാഹു തആല അവന്റെ പൊരുത്തത്തിലും അവന്റെ ത്വാഅത്തിലുമായി ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും അവരുടെ എല്ലാം ആഖിബത്തും ഖാത്തിമത്തും നന്നാക്കി അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളോടൊപ്പം ചേരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം തുടങ്ങി വെച്ച നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാനുള്ള എല്ലാ സഹായവും സഹകരണവും എല്ലാ വഴികളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബിസിനസ്സിലും കച്ചവടത്തിലും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, പരിശുദ്ധവും പരിപാവനവുമായ റമദാൻ മാസത്തിന്റെ മഹത്വമാണ് ആദ്യമായി നാം പറഞ്ഞു വന്നത്. റമദാൻ എന്ന മാസത്തിന് അള്ളാഹു തആല നൽകിയ മഹത്വങ്ങളും ശ്രദ്ധകളുമാണ് ആദ്യം നമ്മൾ വിശദീകരിച്ചു വന്നത്. അതിനുശേഷം ഈ റമദാൻ മാസത്തിൽ നാം ചെയ്യേണ്ട ആരാധനകൾ, ഇബാദത്തുകൾ, ആ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താകുന്ന നോമ്പ്, ആ നോമ്പിനെ സംബന്ധിച്ച് അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രത്യേകതകളുമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചു വന്നത്. കഫക്കെട്ടുണ്ടായതുകൊണ്ട് ശബ്ദത്തിന് കുറച്ച് വിഷമമുണ്ട്, കഫക്കെട്ടാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നോമ്പിനെ സംബന്ധിച്ച് അതിന്റെ മസലപരമായിട്ടുള്ള ചില കാര്യങ്ങളും മറ്റുമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് നാം ചിന്തിക്കേണ്ടത് നോമ്പ് ആർക്കാണ് നിർബന്ധമാവുക? നോമ്പ് നിർബന്ധമുള്ളവർ ആര്? ഇന്നമാ യജിബു സൗമു അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ ത്വാഹിരിൻ എന്നാണ്. മുത്തീഖിൻ 5 നിബന്ധനകൾ ഒത്തുവരുമ്പോഴാണ് ഒരാൾക്ക് നോമ്പ് നിർബന്ധമാവുക. 5 നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മുസ്ലിം ആയിരിക്കണം, മുസ്ലിമിനാണ് നോമ്പ് നിർബന്ധമാവുക. കാഫിറിന് നിർബന്ധമില്ല എന്ന് പറഞ്ഞതിനർത്ഥം കാഫിർ 2 വിധമുണ്ട്. ഒന്ന് അസ്ലിയായ കാഫിർ, അഥവാ ജന്മനാ തന്നെ കാഫിറായവൻ. അവന് നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കാഫിറായിരുന്ന കാലത്ത് അവൻ നോമ്പ് നോൽക്കേണ്ടതില്ല, നോറ്റിട്ട് കാര്യവുമില്ല. ഇനി അവൻ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നതിന് ശേഷം കഴിഞ്ഞുപോയ അവന്റെ ജീവിതത്തിലെ നോമ്പുകൾ ഖളാ വീട്ടേണ്ടതും ഇല്ല എന്ന അർത്ഥത്തിനാണ് കാഫിറിന്റെ മേൽ നോമ്പ് നിർബന്ധമില്ല എന്ന് പറയുന്നത്. അപ്പൊ നിർബന്ധമുള്ളവൻ ആരാണ്? മുസ്ലിങ്ങളായിരിക്കാം. പിന്നെ രണ്ടാമത്തെ കാഫിർ മുർത്തദാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ്. ഒരിക്കൽ മുസ്ലിമായ ശേഷം പിന്നെ കുഫറിന്റെ പല കാരണങ്ങളുണ്ടല്ലോ, ആ കാരണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും വല്ല കാരണങ്ങളും പ്രവർത്തിച്ചത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ
അല്ലെങ്കിൽ വിശ്വസിച്ചത് കൊണ്ടോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവൻ. മുർത്തദ് എന്ന് പറഞ്ഞാൽ അവനാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. ചിലത് വാക്കുകളാണ്, ചിലത് പ്രവർത്തനങ്ങളാണ്, ചിലത് വിശ്വാസങ്ങളാണ്. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയ മുർത്തദായ കാഫിറാണെങ്കിൽ അവനിക്ക് നോമ്പ് അപ്പോൾ നോറ്റാൽ സഹിയാവുകയില്ല. എങ്കിലും അവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ മുർത്തദായിരുന്ന കാലത്ത് നഷ്ടപ്പെട്ടു പോയ നോമ്പുകളൊക്കെ ഖളാ വീട്ടൽ അവനിക്ക് നിർബന്ധമുണ്ട്. ജന്മനാ കാഫിറിനെ പോലെയല്ല അവൻ. മുർത്തദായ കാഫിറാണെങ്കിൽ അവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ ആ മുർത്തദായിരുന്ന കാലത്ത് അവന് നഷ്ടപ്പെട്ടു പോയ, അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ നോമ്പുകൾ അവൻ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അവൻ ആ അർത്ഥത്തിൽ അവനിക്ക് നോമ്പ് നിർബന്ധമുണ്ടെന്ന് പറയാം. പക്ഷെ ജീവിതകാലത്ത് മുർത്തദായിക്കൊണ്ടിരുന്ന കാലത്ത് അവൻ നോമ്പ് നോറ്റാൽ സഹിയല്ല. കാരണം കാഫിറാണ്. കാഫിറുകളുടെ നിയ്യത്ത് സഹിയാവുകയും ഇല്ല. അപ്പൊ നോമ്പ് നിർബന്ധമായവർ ഒന്ന് മുസ്ലിം ആവുക, രണ്ടാമത്തെ പ്രായപൂർത്തിയാവുക. പ്രായപൂർത്തിയായ ആളുകൾക്കാണ് നോമ്പ് നിർബന്ധമാവുക. അപ്പോൾ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല. കുട്ടികൾ പ്രായപൂർത്തിയത്തിന് ശേഷം കഴിഞ്ഞുപോയ കാലത്ത് നോമ്പിനെ ഖളാ വീട്ടേണ്ടതും ഇല്ല. കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ലെങ്കിലും ആ കുട്ടികളോട് അവർക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. ആരോഗ്യപരമായി ശക്തിയും കഴിവൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ 7 വയസ്സായി കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ കൽപ്പിക്കുകയും, നോമ്പ് നോക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല, കൽപ്പിച്ചാൽ മാത്രം മതി. 10 വയസ്സായിട്ട് നോമ്പ് നോക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ അവനെ ശിക്ഷിക്കുകയും ചെയ്യണം. അത് രക്ഷിതാക്കളുടെ കടമയായി ഇസ്ലാം നമ്മോട് വിവരിച്ചിട്ടുള്ളതാണ്. നിസ്കാരത്തിന്റെ അതേ വിധി തന്നെയാണ് നോമ്പിനിക്കും വരിക. നിസ്കാരം അങ്ങനെയാണ്. 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിരന്തരമായി കൽപ്പിക്കുകയും പറയുകയും അതോടൊപ്പം ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തണം. അടിക്കാനും ശിക്ഷിക്കാനും പാടില്ല. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിലാണ് അടി കൊടുക്കേണ്ടത്. 3 കൊല്ലം ഉപദേശിക്കാണ് വേണ്ടത്. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഉപദേശമാണ്. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും അതോടുകൂടെ തന്നെ ചില ഭയപ്പെടുത്തുന്നതും പറഞ്ഞു കൊടുത്തുകൊണ്ടും പേടിപ്പിച്ചുകൊണ്ടൊക്കെ ഉപദേശിക്കാം. അത് തന്നെയാണ് നോമ്പിന്റെയും വിധി. 7 വയസ്സായാൽ ആരോഗ്യപരമായിട്ടും ശാരീരികമായിട്ടും കഴിവും ശക്തിയുമുള്ള കുട്ടിയാണെങ്കിൽ, എല്ലാ കുട്ടികൾക്കും അങ്ങനെ കഴിവുണ്ടാവണമെന്നില്ല. അങ്ങനത്തെ കുട്ടിയാണെങ്കിൽ 7 വയസ്സായാൽ കൽപ്പിക്കണം. അതോടുകൂടെ ഭയപ്പെടുത്തുകയും പേടിപ്പിക്കുകയും വേണം. 3 കൊല്ലം അങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. 10 വയസ്സായിട്ടും ആരോഗ്യകരമായി കഴിവുള്ള കുട്ടി നോക്കുന്നില്ലെങ്കിൽ അതിന്റെ പേര് ശിക്ഷിക്കുകയും അടിക്കുകയും വേണം. ഇനി ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവൻ നോമ്പുകാരനാണ്. കുട്ടികളുടെ നോമ്പ് സഹിയാണല്ലോ. അവർക്ക് നോമ്പ് നിർബന്ധമില്ലെങ്കിലും അവർ നോമ്പ് നോറ്റാൽ സഹിയാവും. അവർക്കതിന്റെ പേരിൽ കൂലി കിട്ടുകയും ചെയ്യും. ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവൻ നോമ്പോട് കൂടിയാണ് പ്രായപൂർത്തിയായതെങ്കിൽ ആ പ്രായപൂർത്തിയായ സമയത്തുള്ള നോമ്പ്, പ്രായപൂർത്തിയായപ്പോൾ അവനിക്ക് നോമ്പുണ്ടെങ്കിൽ ആ നോമ്പിനെ അവൻ പൂർത്തിയാക്കൽ അവനക്ക് നിർബന്ധമാണ്. പകൽ സമയത്താണ് പ്രായപൂർത്തിയായത് എന്ന് വിചാരിക്കാം. ഉദാഹരണം, ഒരു കുട്ടിക്ക് നോമ്പുണ്ടായിരുന്നു. പകൽ അവൻ ഉറങ്ങുന്ന സമയത്ത് അറിയാതെ സ്ഖലനമുണ്ടായി. അങ്ങനെ പ്രായപൂർത്തിയിലേക്ക് അവൻ പകൽ സമയത്തെത്തി. പകൽ സമയത്ത് പ്രായപൂർത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നോമ്പ് അവനക്കുണ്ടെങ്കിൽ ആ നോമ്പിനെ പൂർത്തിയാക്കൽ അവനക്ക് നിർബന്ധമാണ്. അല്ല, പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവന് നോമ്പില്ലാത്ത അവസ്ഥയിലാണ് അവന് സ്ഖലനമുണ്ടായിട്ട്, ഉറക്കലും മറ്റൊക്കെ സ്ഖലനമുണ്ടായിട്ട് പ്രായപൂർത്തിയായതെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള സമയം, പ്രായപൂർത്തിയായ അവിടുന്ന് അങ്ങോട്ടുള്ള സമയം
നോമ്പുകാരെ പോലെ ഭക്ഷണങ്ങളും മറ്റൊന്നും ഉപയോഗിക്കാതെ ഇംസാക്ക് ചെയ്യാന്ന് പറയും. പിടിച്ചു നിൽക്കൽ അവനിക്ക് സുന്നത്താണ്, നിർബന്ധമില്ല, സുന്നത്താണ്. അപ്പൊ നോമ്പ് നിർബന്ധമുള്ളവർ 1 മുസ്ലിം ആയിരിക്കണം, 2 പ്രായപൂർത്തി എത്തിയവനാവണം, 3-മത്തേത് ആക്കിൽ ബുദ്ധിയുള്ളവനായിരിക്കണം. ബുദ്ധിയുള്ളവനിക്കാണ് നോമ്പ് നിർബന്ധമാവുക. ബുദ്ധിയില്ലാത്ത മജ്നൂൻ, ഭ്രാന്തന്മാര് പല വിധത്തിലുണ്ടാവും. പരിധി വിട്ട് കിടന്ന നിലക്ക് ബുദ്ധിയില്ലാതെയായി പോയി തോന്നിവാസങ്ങളും വൃത്തികേടുകളും കാണിക്കുന്ന ഭ്രാന്തന്മാരുണ്ടാവും. ഔറത്ത് പോലും മറക്കാൻ നടക്കുന്നവരുണ്ടാവും. അങ്ങനത്തെ ഭ്രാന്തനാവണമെന്നില്ല. ശരിയായൊരു ബുദ്ധി അവനിക്കില്ല. അവൻ ഔറത്തൊക്കെ മറക്കും. അവൻ അങ്ങനെ വികൃതി കാണിക്കുകയോ ആക്രമിക്കുകയോ മറ്റൊന്നും ചെയ്യില്ല. എങ്കിലും അവന് ശരിയായൊരു ബുദ്ധിയില്ല. അങ്ങനത്തെ ആൾക്കാർ, ഒരു മസ്താനെ പോലെ അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനത്തെ ഭ്രാന്തനാണെങ്കിൽ അവനിക്കും നോമ്പ് നിർബന്ധമില്ല. ബുദ്ധിയില്ലാത്ത ആർക്കും നോമ്പ് നിർബന്ധമില്ല. അവന് അവന്റെ ബുദ്ധി ശരിയായ ശേഷം, അവന്റെ സുഖങ്ങളെല്ലാം സുഖമായതിനു ശേഷം, ഭ്രാന്ത് സുഖപ്പെട്ടതിന് ശേഷവും ഭ്രാന്തുള്ള സമയത്ത് കഴിഞ്ഞു പോയ നോമ്പുകൾ ഖളാ വീട്ടേണ്ടതും ഇല്ല. അവനക്ക് നോമ്പ് തീരെ നിർബന്ധമില്ല. ഖളാ കൊണ്ട് നിർബന്ധമില്ല, അതാ കൊണ്ട് നിർബന്ധമില്ല. പിന്നെ പറഞ്ഞ ത്വാഹിരിൻ, ശുദ്ധിയുള്ളവരായിരിക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉണ്ടായിരിക്കണം. ശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദ്, നിഫാസ് ഇല്ലാതിരിക്കുക എന്നാണ്. ഋതുരക്തമോ പ്രസവരക്തമോ ഇല്ലാത്തവളാവുക എന്നാണ്. ഹൈദോ നിഫാസോ ഉള്ള സമയത്ത് അവർക്ക് നോമ്പ് നിർബന്ധമില്ല. നിർബന്ധമില്ലെന്ന് മാത്രമല്ല, ആ സമയത്ത് അവർ നോമ്പ് നോൽക്കൽ ഹറാം, കുറ്റവും കൂടിയാണ്. ആ നോമ്പ് പിന്നീട് അവർ ഖളാ വീട്ടണം. അവർക്ക് ശുദ്ധിയായ ശേഷം അവർ ഖളാ വീട്ടണം. ഒരു പെണ്ണിന് ശുദ്ധിയാകുമ്പോൾ പകലിന്റെ സമയത്താണ് ശുദ്ധിയായതെങ്കിൽ, നോമ്പില്ലാത്ത നിലക്ക് അവൾ വരുമ്പോൾ പകൽ സമയത്ത് അവൾക്ക് ശുദ്ധി വന്നാൽ, ശുദ്ധി വന്നതിന്റെ ശേഷമുള്ള ബാക്കി സമയം നോമ്പുകാരെ പോലെ ഭക്ഷണങ്ങളും മറ്റൊന്നും ഉപയോഗിക്കാതെ പിടിച്ചു നിൽക്കൽ, ഇംസാക്ക് ചെയ്യൽ അവൾക്ക് സുന്നത്തുണ്ട്, നിർബന്ധമില്ല. പകലാണ് ശുദ്ധിയായതെങ്കിൽ ആ ദിവസത്തെ നോമ്പും ഖളാ വീട്ടണം. പകല് ആണ് ശുദ്ധിയായതെങ്കിൽ ആ ദിവസത്തെ നോമ്പും ഖളാ വീട്ടണം. ശുദ്ധിയായത് മുതലുള്ള ബാക്കി സമയങ്ങൾ നോമ്പുകാരിയെ പോലെ പിടിച്ചു നിൽക്കൽ, ഭക്ഷണങ്ങളും മറ്റൊന്നും കഴിക്കാതെ പിടിച്ചു നിൽക്കൽ, അത് അവൾക്ക് സുന്നത്തുണ്ട്, നിർബന്ധമില്ല, സുന്നത്തുണ്ട്. അപ്പൊ 4 നിബന്ധനകൾ: 1 മുസ്ലിം ആയിരിക്കണം, പ്രായപൂർത്തിയുള്ളവനാവണം, ബുദ്ധിയുള്ളവനായിരിക്കണം, ശുദ്ധിയുമുള്ളവളായിരിക്കണം. 5-മത്തെ നിബന്ധന മുത്തിയക്കുല്ലുഹു, ശാരീരികമായി ആരോഗ്യപരമായി നോമ്പ് നോക്കാൻ കഴിവുള്ളവനുമായ വ്യക്തി. ആരോഗ്യപരമായിട്ട് നോമ്പ് നോക്കാൻ കഴിവുള്ളവനുമായ വ്യക്തിയായിരിക്കണം. ആരോഗ്യപരമായി കഴിവില്ലാത്തവർ 2 വിധമുണ്ട്. അതിൽ ഒന്ന്, വാർദ്ധക്യം കാരണമായിട്ടോ അല്ലെങ്കിൽ സുഖമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കാരണമായിട്ടോ കഴിവില്ലാത്തവർ. വയസ്സായതുകൊണ്ടും വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയില്ല. പ്രത്യേക രോഗങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും വാർദ്ധക്യത്തിലെത്തി ആരോഗ്യങ്ങളൊക്കെ വളരെ ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് അവനിക്ക് നോമ്പ് നോക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവനിക്ക് സുഖമാകുമെന്ന് പ്രതീക്ഷിക്കാത്ത രോഗം, ക്യാൻസർ പോലത്തെ അല്ലെങ്കിൽ കിഡ്നി പോലത്തെ സുഖമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം, അങ്ങനത്തെ രോഗികളായ ആളുകളോ വാർദ്ധക്യം കാരണമായി നോമ്പ് വെക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമേ ഇല്ല. അവർക്ക് നിർബന്ധമുള്ളത്, സാമ്പത്തികമായ ഒരു കഴിവുള്ളവരാണെങ്കിൽ ഓരോ നോമ്പിനിക്കും 1 മുദ്ദ് വീതം, അതായത് 750, 3/4 കിലോ അരി വീതം ഫക്കീറിനും മിസ്കീനും പാവപ്പെട്ടവർക്ക് സദഖ ചെയ്യലാണ് അവർക്ക് നിർബന്ധമായത്. അവർക്ക് നോമ്പ് നിർബന്ധമേ ഇല്ല. എന്നാൽ ഇത്തരം ആളുകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടും വിഷമിച്ചുകൊണ്ടും നോമ്പ് നോക്കുകയാണെങ്കിൽ അവർ മുദ്ദ് കൊടുക്കേണ്ടതുമില്ല. അവർ നോമ്പ് നോൽക്കേണ്ടതില്ല എന്നതാണ്, അടിസ്ഥാനപരമായ നോമ്പ് നോക്കേണ്ടതില്ല. എങ്കിലും ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, പ്രയാസപ്പെട്ടു നോമ്പ് നോക്കുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർ മുദ്ദ് കൊടുക്കേണ്ടതില്ല.
അതേപോലെ തന്നെ ഈ സുഖമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം വല്ല കറാമത്ത് കൊണ്ടോ മറ്റോ അത്ഭുതകരമാം വിധം അത് സുഖപ്പെട്ടു എന്ന് വിചാരിച്ചു. ആ രോഗം സുഖപ്പെട്ടു. ആ രോഗം സുഖപ്പെട്ടാലും അവർ മുദ്ദു കൊടുത്ത് ഒഴിവാക്കി പോയ നോമ്പ്, മുദ്ദു കൊടുത്തിട്ടോ അല്ലെങ്കിൽ കഴിവില്ലെങ്കിൽ മുദ്ദു കൊടുക്കാതെയോ എന്താട്ടെ അവർ ഒഴിവാക്കിയ ആ സമയത്ത്, സുഖമില്ലാത്ത സമയത്ത് ഒഴിവാക്കിയ ആ നോമ്പുകൾ ഖളാ വീട്ടേണ്ടതില്ല. കഴിവുള്ള ആളാണെങ്കിൽ മുദ്ദു കൊടുത്തിട്ടുണ്ടാവും, കഴിവില്ലാത്ത ആളെ മുദ്ദു കൊടുത്തിട്ടുണ്ടാവില്ല. മുദ്ദു കൊടുത്താലും ഇല്ലെങ്കിലും സുഖമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കാരണമായി നോമ്പ് നോക്കാത്തവൻ പിന്നീട് അത്ഭുതകരമായ വിധം കറാമത്ത് കൊണ്ടോ മറ്റോ അവന്റെ രോഗം സുഖമായാലും ആ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല എന്നാണ്. ഇനി മറ്റു നിലക്കുള്ള രോഗികൾ, ഈ രണ്ട് രോഗികളല്ലാത്ത മറ്റു രോഗികൾ, സാധാരണ പനി അല്ലെങ്കിൽ വയറിളക്കം അതുപോലത്തെ സാധാരണ രോഗങ്ങൾ കാരണമായി നോമ്പൊക്കാൻ കഴിയാത്ത മറ്റു രോഗികളാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം, അതിന് വിടുതിയുണ്ട്. പക്ഷെ പിന്നീട് ആ നോമ്പുകൾ, അത്രയും നോമ്പുകൾ അവർ ഖളാ വീട്ടണം. ഖളാ വീട്ടാണ് അവർ വേണ്ടത്. ഇനി ഈ രോഗിയും മറ്റു രോഗത്തിൽപ്പെട്ട ഈ രോഗിയും പ്രയാസപ്പെട്ട് നോമ്പ് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പ്രയാസപ്പെട്ട് നോമ്പ് നോക്കുകയാണെങ്കിൽ നല്ലത് തന്നെ, നോമ്പ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് കൽപ്പനയില്ല എന്നാണ്. എന്നാൽ ശരീരത്തെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന നിലക്ക് നോമ്പ് നോക്കാൻ പാടുമില്ല, അത് ഇസ്ലാമിന്റെ എതിരുമാണ്. വളരെയധികം ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ടുള്ള നോമ്പുണ്ടല്ലോ, അത് പാടില്ല, അത് ഇസ്ലാമിനെതിരെ. അവലാ തുൽക്കൂ ബൈദീക്കും ഇലാ തഹ്ലുക, ഒരിക്കലും നിങ്ങളെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് ഇടരുത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്കൊന്നല്ല, കുറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് നോമ്പ് വെക്കുകയാണെങ്കിൽ അവർ പിന്നീട് ഖളാ വീട്ടുന്നതില്ല. ഇനി ഒരു രോഗി, ആ രോഗി പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുമ്പോൾ പകൽ സമയത്ത് അവനക്ക് രോഗം സുഖമായി. എന്നാൽ പകൽ സമയത്ത് രോഗം സുഖമായാൽ ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള സമയം അവൻ നോമ്പിനെ പൂർത്തിയാക്കലും ഇംസാക്ക് ചെയ്യലും അവനിക്ക് എന്താണ്, നോമ്പുകാരെ പോലെ പിടിച്ചു നിൽക്കലും അവനിക്ക് നിർബന്ധമാണ്. അല്ല, രോഗം പകൽ സുഖമായപ്പോൾ അവന് നോമ്പില്ല, നോമ്പില്ലാത്ത ഘട്ടത്തിലാണ്, നോമ്പില്ലാത്ത അവസരത്തിലാണ് അവൻ രോഗം സുഖമായതെങ്കിൽ അവന് ഇനി അസുഖമായതിന്റെ ശേഷം ബാക്കിയുള്ള സമയം നോമ്പുകാരെ പോലെ പിടിച്ചു നിൽക്കൽ ഇംസാക്ക് ചെയ്യൽ അവനിക്ക് സുന്നത്തുണ്ട്, നിർബന്ധമില്ല. കരുതിക്കൂട്ടി ഒരാൾ നോമ്പ് മുറിച്ചാൽ, കരുതിക്കൂട്ടി നോമ്പ് മുറിക്കൽ ഹറാമാണ്, കുറ്റാണ്, വലിയ പാപമാണ്. അങ്ങനത്തെ ഒരു പാപം ചെയ്താൽ ഒരിക്കൽ നോമ്പ് മുറിച്ചാലും ആ മുറിച്ചവൻ പിന്നീട് ബാക്കിയുള്ള സമയം നോമ്പുകാരെ പോലെ തന്നെ പിടിച്ചു നിൽക്കൽ അവനിക്ക് നിർബന്ധമാണ്. അപ്പൊ ഞാൻ നോമ്പ് ഏതായാലും മുറിച്ചില്ലേ എന്നുള്ള നിലക്ക് പിന്നെയും ഭക്ഷണം കഴിക്കാനോ മറ്റു നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടി പുറപ്പെട്ടാൽ അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ കുറ്റകരമവും വളരെ ഗൗരവമുള്ളതും ഹറാമുമായി തീരുമെന്ന് എനിക്ക് സംശയമില്ല. കാരണമില്ലാതെ നോമ്പൊന്നും മുറിച്ചവനാണല്ലോ. അവൻ മുറിച്ചെങ്കിൽ അതൊരു കുറ്റം, അതിന് പുറമെ ഇനി ബാക്കിയുള്ള സമയം കൂടി ഇംസാക്ക് ചെയ്യൽ അവനിക്ക് നിർബന്ധവുമാണ്. അതേപോലെ തന്നെ നോമ്പിന് കഴിവുള്ളവർ അതിൽപ്പെടാത്ത ഒരാളാണ് യാത്രക്കാരൻ. യാത്ര എന്നത് നൗമിൽ അദാബി, അത് ഒരു തരം ശിക്ഷയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അദാബ്. അതുകൊണ്ട് ദീർഘയാത്ര പോകുന്നവർ, ദീർഘയാത്ര എന്ന് പറഞ്ഞാൽ 131 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു യാത്ര പോകുന്നവൻ, അവനിക്ക് നോമ്പ് ഒഴിവാക്കുന്നതിന് വിരോധമില്ല. അവൻ നോമ്പ് വെക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടത്തിൽപ്പെട്ടവനാണ്, നോമ്പ് വെക്കൽ അവനക്ക് നിർബന്ധമില്ല. എങ്കിലും വലിയ പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അവന് നോമ്പ് നോൽക്കലാണ് ഏറ്റവും നല്ലത്. അന്തസൂമോ ഖൈറുലക്കും ഖുർആൻ പറഞ്ഞു, നോമ്പ് നോക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ആ നോമ്പ് നോൽക്കും നിർബന്ധമില്ല. ഈ യാത്രക്കാരൻ പിന്നീട് അവന്റെ നോമ്പ് ഖളാ വീട്ടുള്ളവനിക്ക് നിർബന്ധമാണ്. പക്ഷെ യാത്രക്കാരൻ നോമ്പ് ഒഴിവാക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അവൻ സുബഹിന്റെ മുമ്പായിട്ട് അവന്റെ രാജ്യ അതിർത്തി വിട്ട് കടന്നവനായിരിക്കണം. സുബഹിന്റെ മുമ്പ് അവന്റെ രാജ്യത്തിന്റെ അതിർത്തി വിട്ട് കടന്നവനിക്കാണ് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമായത്. സുബഹിന്റെ സമയത്തൊക്കെ അവൻ രാജ്യത്ത് തന്നെയാണ്, അത്താഴ സമയത്തും രാജ്യത്താണ്. അതിനുശേഷമാണ് സുബിയെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ 7 മണിക്കാണ് അവൻ യാത്ര തുടങ്ങുന്നതെങ്കിൽ അവൻ അന്നത്തെ ആ ദിവസം, ആ യാത്ര തുടങ്ങുന്ന ആ ദിവസം അവനിക്ക് നോമ്പ് നിർബന്ധമുണ്ട്. പക്ഷെ ആ നോമ്പ് കൊണ്ടും യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാത്രയുടെ ഇടയിൽ വെച്ച് വല്ല പ്രയാസമോ ബുദ്ധിമുട്ടോ അവനിക്ക് വരികയാണെങ്കിൽ നോമ്പിനെ മുറിക്കാം, അനുവദനീയമാണ്. പിന്നീട് ആ നോമ്പിനെ ഖളാ വീട്ടിയാൽ മതി.
അത് ഇനി യാത്രക്കാരെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ആളുകളാണെങ്കിലും നോമ്പ് പൂർത്തിയാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടും വിഷമം വരാണെങ്കിൽ അവർക്ക് നോമ്പ് മുറിക്കുന്ന എനിക്ക് വിരോധമില്ല. അതിൽപ്പെട്ടതാണ് തൊഴിലാളികളൊക്കെ. തൊഴിലിന് പോകുന്ന, റമദാൻ മാസത്തിൽ തൊഴിലിന് പോകുന്ന തൊഴിലാളികൾ, അവർ രാത്രിയിൽ നിയ്യത്ത് ചെയ്യണം, രാത്രിയിൽ അവർ അത്താഴം കഴിക്കണം, നോമ്പ് തുടങ്ങുകയും വേണം. നോമ്പോട് കൂടി തന്നെ അവർ ജോലിക്ക് പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പോട് കൂടി ജോലിക്ക് പോകുന്ന ആൾക്ക് ഒരു പ്രത്യേക കഴിവ് അള്ളാഹു തആല കൊടുക്കും, ശക്തിയും കൊടുക്കും. അങ്ങനെ നോമ്പോട് കൂടി തന്നെ അവർ തൊഴിലിന് പോകണമെന്നാണ്. പക്ഷെ തൊഴിലിന് പോയിട്ട് തൊഴിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ക്ഷീണവും തളർച്ചയും ആ നോമ്പ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യവും അവർക്ക് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കുന്നതിന് എനിക്ക് വിരോധമില്ല. അവർക്ക് നോമ്പ് ഒഴിവാക്കാം. പിന്നെ അവർക്ക് ഒഴിവുള്ള സമയത്ത്, ലീവ് മറ്റൊക്കെയുള്ള സമയത്ത്, പ്രയാസമൊന്നും വരാത്ത സമയത്ത് അവർക്ക് ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. ഖളാ വീട്ടൽ അവർക്ക് നിർബന്ധവുമാണ്. പിന്നീട് ഇനി നോമ്പ് നിർബന്ധം ഉള്ള ആളുകളാണെങ്കിലും ഒഴിവാക്കാൻ അനുമതിയുള്ള ആളുകൾ മുല കൊടുക്കുന്ന സ്ത്രീകളും ഗർഭിണികളായ സ്ത്രീകളുമാണ്. ഇൻഷാ അള്ളാഹ് അതിനെക്കുറിച്ച് നമുക്ക് നാളെ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.